ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ചക്കപ്പൂരി ഉണ്ടാക്കിയാലോ? നമുക്ക് നോക്കാം. ഞാനിന്ന് നല്ല ചക്ക കിട്ടിയിരുന്നു. അത് ചെറുതാക്കി മുറിച്ചിട്ട് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് എടുത്ത് ഇതിന് മുന്നേ കാണിച്ചിരുന്നല്ലോ, ചപ്പാത്തി, ദോശ അതൊക്കെ ഉണ്ടാക്കിയ പുട്ട്. അതേപോലെ തന്നെ ചക്കച്ചുള എടുത്തിട്ട് തിളച്ച വെള്ളത്തിലിട്ട് അപ്പം തന്നെ എടുത്ത് വെച്ച്, എന്നിട്ട് ആ ചക്കച്ചുളയ്ക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിവാക്കി, അല്ലെങ്കിൽ മിക്സിയിൽ ജാറിൽ തന്നെ ഇട്ടിട്ട് കുഴച്ചാലും മതി. അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിവാക്കിയിട്ട് ഉപ്പിട്ട് ആട്ടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉപ്പുവെള്ളം കുടണം, അല്ലെങ്കിൽ ആ ചക്കയിൽ ഇത്തിരി ഉപ്പിട്ടിട്ട് നല്ലോണം അരച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉപ്പുവെള്ളം പിന്നെ കുടഞ്ഞെടുത്തിട്ട് ചപ്പാത്തി കുഴക്കേണ്ടി വരും. അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. നമുക്ക് പൂരിയാണെങ്കിൽ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കാം. പൂരിയാണെങ്കിൽ ഞാൻ ഈ മാവിന് ഒരു 3 സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. ആ റവ എടുത്തിട്ട് നല്ലോണം പോലെ കുഴച്ച് ഒന്ന് നല്ല പാകാക്കി വെച്ചതാണത്. നമുക്ക് പൂരി ഉണ്ടാക്കാം. അങ്ങനെ പറ്റി വെച്ചിട്ട് ഇല്ല, ചക്കയുടെ പൂരി ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിങ്ങനെ പരത്തി വെച്ചാൽ ഇങ്ങനെ നമുക്ക് ചട്ടിയിൽ എണ്ണ വെച്ച് ചൂടാക്കിയിട്ട് നല്ല ചൂടോടെ കൂടി ചക്കയുടെ പൂരി നമുക്ക് ചട്നി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ചെറുപയറിൻ്റെ കറി എന്താ ഇഷ്ടമുള്ള കറികൾ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. ഇതൊന്ന് ചെയ്ത് നോക്കൂ. ഇപ്പോൾ ചക്ക കിട്ടുന്ന സമയമാണല്ലോ, നമ്മുടെ ആരോഗ്യത്തിനും നല്ലത് തന്നെ. കഴിയണതും നമുക്ക് ഇങ്ങനെ ചക്ക കിട്ടുന്ന സമയം ആയതുകൊണ്ട് നമുക്ക് രാവിലത്തെ ചായക്കുള്ള വിഭവമായിട്ട് നമുക്ക് കഴിക്കാം.